ഒരു സമ്മർദ്ദ സൈബർ സംഘത്തിന്റെ ഭീഷണിക്ക് മുൻപിലാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള സൈബർ അതിക്രമം അവർക്കെതിരെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അതിൽ ഈ പറയുന്ന വർഗീയത ആരോപണം അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സൈബർ സംഘം ഉണ്ട്. സൈബർ സംഘം ആർക്കാ ഇല്ലാത്തത്? വ്യക്തികളെ കൂട്ടങ്ങളെ പോറ്റാത്ത ആരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? ശ്രീ വി വി രാജേഷ് സ്വമേധയാ എടുത്തിരിക്കുന്ന കേസ്. ശ്രീ വി വി രാജേഷ്, 2-3 മാസം കഴിയുമ്പോൾ ഇതിൽ അന്വേഷണം തീരും. ഇതിൽ പരാതിക്കാരിയില്ല നിലവിൽ എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടിയിലേക്ക് ഏതെങ്കിലും ഏജൻസികൾക്ക് ഈ ഘട്ടത്തിൽ പോകുമെന്ന് ഇപ്പോൾ വിചാരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വന്ന് ചോദിക്കും, എനിക്കെതിരായ രാഷ്ട്രീയ വേട്ടയാടലിന് അവസാനമായിരിക്കുന്നു, നിങ്ങൾ അന്വേഷിച്ചിട്ട് കേസെടുത്തിട്ട് സർക്കാരിന്റെ പോലീസ് കേസെടുത്തിട്ട് എന്തായി എന്നുള്ളത്. ആ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, ഇതിൽ ഞാനിപ്പോൾ ഒരു കാര്യത്തിന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിന് മറുപടി പറഞ്ഞ് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് എടുക്കുന്നത് പോലത്തെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി BJPക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഗതികേടിൽ നിങ്ങളുടെ പ്രവർത്തകരും നിങ്ങളുടെ നേതാക്കന്മാരും കൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് പറയേണ്ടി വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു ഗതികേടിൽ ഞങ്ങൾ എത്തുകയുമില്ല, ഞങ്ങൾ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യവുമില്ല. മറ്റൊന്ന്, ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വിഷയം പറയുമ്പോൾ 10-15 കൊല്ലം മുമ്പ് കഴിഞ്ഞൊരു കേസാണ്, അതിൻ്റെ എല്ലാ വാലിഡിറ്റിയും കഴിഞ്ഞൊരു കേസാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റിക്കണ്ടേ? ഏതോ ഒരാൾ ചെന്നപ്പോഴേക്കും ഇപ്പോൾ തന്നെ കയ്യൊക്കെ ചൂണ്ടി ഒരു 3ാം ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇപ്പം പൊട്ടു എന്ന് പറഞ്ഞിട്ട് VD സതീശൻ കൊണ്ടുവന്നിട്ട് എന്തായി? കൃഷ്ണകുമാർ പിറ്റേ ദിവസം രാവിലെ മുതൽ സകല മാധ്യമങ്ങളിലും വന്ന് എല്ലാ ചാനലുകളിലും അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ ഇരിക്കുകയല്ലേ, എനിക്കെതിരെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലല്ലേ ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ, ഞാൻ കൃത്യമായിട്ട് CPMനും കോൺഗ്രസിനെതിരെ പോരാടുകയില്ലേ, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞല്ലോ. എന്തേ കൃഷ്ണകുമാറിൻ്റെ എന്നോ ഉണ്ടായ ഒരു കുടുംബ തർക്കം, അതിനെ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവന്നിട്ട് എന്താ അത് നനഞ്ഞ പടക്കം പോലെ പോയില്ലേ? കോൺഗ്രസ് കൊണ്ടുവരുന്ന പരാതി പുതുതായി ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ല, ആര് പറഞ്ഞ്? 2014 മുതലുള്ള കാര്യം. ആ കുട്ടി എന്താ പരാതി പുതിയതല്ലേ? അല്ലേ? മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ പരാതി കൊടുത്തില്ലേ? മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഞാൻ പറയട്ടെ, മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ ഞാൻ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. 2014 മുതൽ ഈ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടെന്നല്ല, ഈ പരാതി വീണ്ടും ഉണ്ടായി. അങ്ങനെയല്ല, ഈ പരാതി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കേട്ടിട്ട് പറയൂ. 2014 കൊടുത്തു. ആ കുട്ടി എന്താ പറഞ്ഞത്? പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ വീണ്ടും കൊടുത്തു. അങ്ങനെയാണ് ചോദിക്കട്ടെ. കോടതി ഒരിക്കൽ വിധി പറഞ്ഞ് കുടുംബ തർക്കം, സ്വത്ത് തർക്കം, അത് ആ കേസ് തള്ളിക്കളഞ്ഞ കേസ്. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു സംസ്ഥാന പ്രസിഡന്റ് വരും. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പരാതി കൊടുക്കും. ഒരു ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് പോയി പുതിയ ജഡ്ജ് കോടതി വിധി പറഞ്ഞ കേസ് ഇതല്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് കണക്ട് ഈ വിഷയത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പോലീസിന് ആ വകുപ്പ് അന്വേഷിക്കാൻ പറ്റില്ല. അല്ല, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അതിൽ പരാതി കൊടുക്കണം. അദ്ദേഹം കൃഷ്ണകുമാറിന്റെ പരാതി കൊടുത്ത് പോലീസ് എടുത്തില്ലെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അങ്ങനെ പരാതി പോയ പോലീസിന് എടുക്കാൻ പറ്റുമോ? അദ്ദേഹം കൃഷ്ണകുമാറിന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് എനിക്ക് കൃഷ്ണകുമാർ തന്നെ ഒളിച്ചിരിക്കുന്നില്ല. കൃഷ്ണകുമാർ നേരിട്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് അതിനുശേഷം ഇപ്പോഴും കൃഷ്ണകുമാറിന്റെ വിഷയം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്താണ് ഈ വിഷയത്തിൽ. ഞാൻ വിഷയം പറയുന്നില്ല. പാലക്കാട് MLA-ക്കെതിരെ ശക്തമായ പോരാട്ടത്തിൽ അദ്ദേഹമുണ്ട്. ഞാനത് വിട്ടു. ഇപ്പോ നേരത്തെ ലക്ഷ്മി പത്മയ്ക്കെതിരെ സൈബർ കൂട്ടങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു എന്ന് മാധു ഒരു പരാമർശം നടത്തിയല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം. താങ്കൾക്ക് പ്രകോപിതരാവേണ്ട കാര്യമില്ല. അതായത് ലക്ഷ്മി പത്മ ഇന്ന് പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ലക്ഷ്മി പത്മയെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ഒരു സൈബർ സംഘം ഇറങ്ങുന്നു. വാലും തലയുമില്ലാത്ത, പേരില്ലാത്ത, പിതാവില്ലാത്ത കുറേ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും അതോടൊപ്പം തന്നെ കുറേ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നും അവർക്കെതിരെ വരുന്നു. ഇതേ സംഘം തന്നെയാണ് ഉമാ തോമസിനെ ആക്രമിച്ചത്, ഇതേ സംഘം തന്നെയാണ് ബിന്ദു കൃഷ്ണയെ ആക്രമിച്ചത്, ഇതേ സംഘം തന്നെയാണ് KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശയുടെ പേരിൽ പോസ്റ്റ് ഇട്ടപ്പോൾ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശയ്ക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നല്ലോ. എന്തുകൊണ്ടാണ്? ഇതേ സംഘം ഭീഷണിപ്പെടുത്തി KC വേണുഗോപാലിൻ്റെ ഭാര്യ ഈ പോസ്റ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള തെറ്റായ ചരിത്രങ്ങൾ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമെന്ന് ഇതേ സൈബർ സംഘം കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന VD സതീശൻ്റെ കിങ്കരന്മാരുടെ അനുഗ്രഹാശിസുകളോടെ, ഷാഫിയുടെ ഉൾപ്പെടെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തിക്കുന്ന സൈബർ സംഘം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്, ഈ വെട്ടുകളി കൂട്ടങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ആശയ്ക്ക് അത് പിൻവലിക്കേണ്ടി വന്നത്, ബിന്ദു കൃഷ്ണയ്ക്ക് പിന്മാറേണ്ടി വന്നത്. ഉമാ തോമസിനെയൊക്കെ പോസ്റ്റിന് താഴെ എന്നോ ഇട്ട് അവരുടെ പോസ്റ്റിന് താഴെയൊക്കെ സൈബർ അതിക്രമം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദ സൈബർ സംഘത്തിന്റെ ഭീഷണിക്ക് മുൻപിലാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള സൈബർ അതിക്രമം അവർക്കെതിരെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അതിൽ ഈ പറയുന്ന വർഗീയത ആരോപണം അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സൈബർ സംഘം ഉണ്ട്.
സൈബർ സംഘം ആർക്കാ ഇല്ലാത്ത? അങ്ങനെ ഒരു സൈബർ സംഘം ആർക്കാ ഇല്ലാത്തത്? വെട്ടുകിളി കൂട്ടങ്ങളെ പോറ്റാത്ത ആരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? ഒരു പാർട്ടി ചെയ്യുമ്പോഴല്ല, ഒരു പാർട്ടിക്കകത്തുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ഒരു സൈബർ സംഘത്തെ പോറ്റി വളർത്തുമ്പോൾ ആ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി, എന്റെ പ്രതിപക്ഷ പാർട്ടി ആ സമ്മർദ്ദ ഗ്രൂപ്പിന്, ആ മാഫിയ സംഘങ്ങൾക്ക് വിധേയപ്പെടുന്നു. വിധേയപ്പെട്ട് കോൺഗ്രസ് ചെയ്യുന്നു.